എന്നാണ്ടേ പാലക്കാടൻ വ്ളോഗ്സാണ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇതാണ് കേട്ടോ സന്തോഷേട്ടൻ. ഇദ്ദേഹം ടൂ വീലർ മെക്കാനിക്കാണ് കേട്ടോ. ടൂ വീലർ മെക്കാനിക്ക് മാത്രമല്ല, കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്ന സമയങ്ങളിൽ ഇദ്ദേഹം തടികൾ കൊണ്ട് വ്യത്യസ്തമായ കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്തു. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സന്തോഷേട്ടാ, തിരക്കിലാണോ? ഞായറാഴ്ച ചെറിയ പണികളല്ലേ? ചെറിയ പണികളല്ലേ ആളെ? സന്തോഷമാണ് ഈ ലോക്ക്ഡൗണിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടല്ലോ, വേര് കൊണ്ടോ? ഞാൻ ആണോ? ഇതെല്ലാം ഇവിടെ പൊടി പിടിച്ചിരിക്കുവാണല്ലോ. ആണല്ലേ? ഇതൊക്കെ ഒരു തടിയാൽ ഉണ്ടാക്കിയതാണോ അതോ? ആണല്ലേ? കോഴിപ്പൂവിനൊക്കെ ഒറ്റത്തടിയാൽ ഉണ്ടാക്കിയതല്ലേ? എന്നാ തടിയത്? തേക്കും തടിയല്ലേ? തേക്കിൻ്റെ തടിയല്ലേ? ഈ പാഴ്വസ്തുവായിട്ട് കിടന്ന തടികളായിരിക്കും അല്ലേ? ഉണ്ടാക്കിയെടുത്തല്ലേ? സമയം കിട്ടിയില്ല. ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് സമയം കിട്ടിയില്ല. എല്ലാം വീട്ടിലിരുന്ന എല്ലാം ഇവിടെ കൊണ്ട് വെച്ചല്ലേ? പിന്നെ അപ്പുറത്തുനിന്ന് വണ്ടിയുടെ ക്ലിയർ അടിച്ചു തരാന്ന് പറഞ്ഞേ. ആണോ? ക്ലിയർ അടിക്കാൻ ക്ലിയർ അടിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിയർ അടിപ്പിച്ചതാണ്. ക്ലിയർ അടിപ്പിച്ചതല്ലേ? മറ്റേ പോളിഷ് ചെയ്യുന്നതിന് നല്ലതായിട്ട് നല്ല ഇതായിട്ട് ഭംഗിയായിട്ട് തോന്നുന്നു. ക്ലിയർ അടിച്ചതല്ലേ? നമുക്കത് പുറത്തെടുക്ക് ഇറക്കി വെച്ചൊന്ന് നമുക്ക് കാണിച്ചാലോ എല്ലാവരെയും? കാണിക്കാം. ഓക്കെ. ഇത് ഒറ്റത്തടിയാ? ഒറ്റത്തടി എന്ന് പറഞ്ഞാൽ വേരോ അതോ? തേക്കിന്റെ വേരല്ലേ? തേക്കിന്റെ വേരല്ലേ? എത്ര ദിവസം വേണ്ടി വന്നു ഇത് ഉണ്ടാക്കാനായിട്ട്? 8 ദിവസം അല്ലേ? ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത കൊണ്ട് ഇതങ്ങ് ചെയ്തല്ലേ? കോഴിപ്പൂവിന് വേറെ ജോയിൻ്റോ ഒന്നും ഇല്ലല്ലേ? കോഴിപ്പൂവിന് ജോയിൻ്റ് ഇല്ല. ജോയിൻ്റ് ഇല്ല. ഒറ്റത്തടിയാ. ഒപ്പൊരു വേര, തേക്കിൻ്റെ വേര അല്ലേ വെക്കും? ഇത് പീസുണ്ടോ അതോ? ഇത് പീസ്, കാലിൽ 2 പീസാണ്. കാലും ഈ തടി പീസ് ആണല്ലേ? വളം മാത്രം പ്ലാവല്ലേ? പ്ലാവല്ലേ? പിന്നെ ഒറ്റത്തടിയിലെടുത്താൽ കൈ മാത്രമേ ജോയിൻ്റ് ഉള്ളൂ. കൈ 2 ജോയിൻ്റ്, ബാക്കിയെല്ലാം ഒറ്റത്തടിയല്ലേ? ഒറ്റത്തടിയാ. ഇവിടെ അടിയിൽ കണ്ടോ ഇച്ചിരി വെള്ളയുണ്ട് ഇവിടെ. ഈ വെള്ള ഇങ്ങോട്ട് കയറി വന്നാൽ അതൊരു ഡിസൈൻ പോലെ ആയി. ചെറിയൊരു ഡിസൈൻ. അതെ. ഇത് ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ. എൻ്റെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അറിയപ്പെടാത്ത ഒത്തിരി കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരെയൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.